ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നെന്താ മാർക്കറ്റിൽ നടന്നതെന്ന്. അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ നമ്മൾ ബുള്ളിഷ് ആണെങ്കിലും നമ്മൾ എപ്പോഴും ഒരു സേഫ് സൈഡിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. സോ അപ്പോൾ നിഫ്റ്റിയിൽ ഞാൻ ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു അപ്സൈഡ് പോയി ശേഷം ഒന്ന് കൂൾ ഡൗൺ ചെയ്ത് ഒന്ന് മാർക്കറ്റ് കുറച്ച് സെല്ലേഴ്സിനെയും കുറച്ച് ബയേഴ്സിനെയും ഒക്കെ ട്രാപ്പ് ചെയ്ത് ഒന്ന് കൂൾ ഡൗൺ ചെയ്ത് നിൽപ്പുണ്ട്. സോ അപ്പോൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. മുഹൂർത്ത ട്രേഡിംഗ് ഉണ്ട് നാളെ, അത് കഴിഞ്ഞ് മാർക്കറ്റ് ഹോളിഡേ ആണ്. സോ അപ്പം ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ടോ അല്ലേ. അപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ലെവൽസ് വരച്ച് വെച്ച് തരാം. ഏകദേശം മാർക്കറ്റ് ഡിമാൻഡ് ഏരിയയിലേക്ക് വന്നിട്ടില്ല, മറിച്ച് മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് ആയിരുന്നു ഇന്നല്ലേ. അപ്പോൾ താഴത്തെ ഡിമാൻഡ് ഏരിയാസ് ഒന്നും ടച്ച് ചെയ്തിട്ടില്ല, മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആയിട്ട് നിന്നു. കുറച്ച് സ്ട്രെങ്ത്ത് ആ ഒരു ഇൻട്രാഡേ ലെവലിൽ നമുക്ക് ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ അറിയാം മാർക്കറ്റിൽ നല്ല സ്ട്രെങ്ത്ത് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ താഴത്തെ ഡിമാൻഡ് സോൺസിലൊന്നും വരാനുള്ള ഒരു ടെൻഡൻസി മാർക്കറ്റ് കാണിച്ചിട്ടില്ല. മാർക്കറ്റ് ഇന്നത്തെ ലോയിൽ തന്നെ റേഞ്ച് ബൗണ്ടായിട്ട് നിന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. സോ അതൊരു പോസിറ്റീവ് പ്രൈസ് ആക്ഷനാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലും നിഫ്റ്റി ഈ സ്ട്രെങ്ത് നിലനിർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്റ്റോക്സ് കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് എന്താ പറയുക, റിലയൻസും വളരെ ആക്റ്റീവ് സ്റ്റോക്സ് ആയിരുന്നു. റിലയൻസ്, ICICI ബാങ്ക്, HDFC ബാങ്ക്, എയർടെൽ എല്ലാം വളരെ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്ത സ്റ്റോക്സ് ആയിരുന്നു. അപ്പം SBIയും നല്ല രീതിയിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. സോ ടോപ്പ് ഗെയിനേഴ്സ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ സിപ്ല, റിലയൻസ്, ശ്രീറാം ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, ആക്സിസ് ബാങ്ക്. അപ്പം റിലയൻസ് ഒക്കെ നല്ല റിസൾട്ട് വന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ലൂസേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് ICICI ബാങ്ക്, JSW സ്റ്റീൽ, M&M, എട്ടേണൽ ആൻഡ് അദാനി പോർട്സ് ആണ്. സോ മാർക്കറ്റ് ഇന്ന് എന്താ പറയുക, ഒരു വലിയ എന്താ പറയുക, എനിക്കൊരു മൂവ്മെൻറ്റ് ഞാൻ ഇന്ന് എക്സ്ട്രാ 1-2 സ്റ്റോക്സിൽ പൊസിഷൻസ് എടുത്തതല്ലാതെ മാർക്കറ്റിൽ കൂടുതൽ പൊസിഷൻസ് ഒന്നും ഞാൻ ഇന്ന് എടുത്തിട്ടില്ല. കാര്യം എനിക്കിന്നൊരു തൃപ്തികരമായ പ്രൈസ് ആക്ഷൻ ആയിരുന്നില്ല. സോ എനിക്ക് കാര്യം എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിലുണ്ടായ ആ സ്ട്രെങ്ത് പല സ്റ്റോക്സിലും ഞാൻ കണ്ടില്ല. സോ ഞാൻ കുറച്ച് കെയർഫുൾ സൈഡിൽ നിൽക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിച്ചത്. സോ ആൻഡ് നമ്മുടെ ഹോൾഡിങ്ങിന് പൊസിഷൻസായ ഓറിയൻറ്റൊക്കെ എല്ലാം ഒന്ന് ഹോൾഡ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏകദേശം ഒരു നല്ല ക്ലോസിങ് കിട്ടിയിട്ടുണ്ട് ഓറിയൻറ്റൊക്കെ അടക്കമുള്ള സ്റ്റോക്സിൽ. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സാണ്. ശേഷം ചാലറ്റ് ഹോട്ടൽസ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ചാലറ്റ് ഹോട്ടൽസ് ലൈറ്റ് പൊസിഷനാണ്. അപ്പോൾ ചാലറ്റ് ഹോട്ടൽസ് ഞാൻ ഈ ഹൈ റീറ്റെയിൻ ചെയ്യുമോ ഇല്ലയെന്ന് പരീക്ഷിക്കുകയാണ്. എന്തായാലും ഒരു 13% മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ചാലറ്റ് ഹോട്ടൽസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഹൈ റീറ്റെയിൻ ചെയ്യാൻ കഴിയുമോ ഇല്ലയെന്നൊന്ന് നോക്കുകയാണ്. ഓക്കെ. ശേഷം ഇന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മൂവ്മെൻറ്റ് ഇടുന്ന റിലയൻസിലാണ്. റിലയൻസിൻ്റെ ചാർട്ട് നമുക്ക് പരിശോധിക്കാം. അപ്പം റിലയൻസിൻ്റെ ചാർട്ട് എടുക്കുകയാണ്. അപ്പോൾ റിലയൻസിൻ്റെ ചാർട്ടിൽ നമുക്ക് എന്താണ് കാണാൻ കഴിയാൻ നോക്കാം. റിലയൻസ് ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു ചെറിയ മൈനറായിട്ടുള്ള സെല്ലിംഗ് സോൺ കടന്ന് റിലയൻസ് സ്ട്രോങ് പെർഫോമറായിട്ട് ഇന്ന് നിലനിൽക്കുകയാണ്. ആൻഡ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിലയൻസിന് ഈ ഒരു ഹൈ റീറ്റെയിൻ ചെയ്യുകയോ ഇല്ലെന്നാണ്. അതായത് 1542 എന്നുള്ള ഒരു ഹൈ റീറ്റെയിൻ ചെയ്യാനായിരിക്കും റിലയൻസിന് ശ്രമിക്കുക. മറിച്ച് അതിന് മുന്നേത്തെ ദിവസങ്ങളിലോട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അതിന് മുന്നേ ആ ഒരു ഹൈ റീറ്റെയിൻ ചെയ്യുന്നതിന് മുന്നേ മേ ബി ചെറിയൊരു റീടെസ്റ്റിനും പോസിബിലിറ്റി ഉണ്ട്. സോ അപ്പോൾ റിലയൻസ് ടോട്ടലി നല്ലൊരു പ്രൈസ് ആക്ഷനാണ്. ബട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 1542 ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ റിലയൻസിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് സോണായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഏരിയ കടന്ന് കിട്ടുന്നവരെ നമുക്ക് എന്താ പറയുക, കെയർഫുൾ ആയിട്ടിരിക്കുക. ആൻഡ് ടാർഗറ്റ്സ് നോക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഏരിയ കഴിയുമ്പോഴത്തേക്കും ഒന്ന് കെയർഫുൾ ആയിട്ട് മാത്രം പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്തിട്ട് തീരുമാനം എടുക്കുക. ഓക്കെ. ശേഷം ഞാൻ വാച്ച് ചെയ്യുന്ന വേറൊരു സ്റ്റോക്ക് നൈക്കയാണ്. നൈക്ക ഞാൻ ഒരു റീടെസ്റ്റ് 245 റേഞ്ചിൽ റീടെസ്റ്റ് ഉണ്ടാവുമെന്ന് വെയിറ്റ് ചെയ്യുകയാണ്. മറിച്ച് അത് ഉണ്ടാവാതെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പോകാനും ഉള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പം നൈക്ക എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ വാച്ച് ചെയ്യുകയാണ്. ഒരു 240 സോൺ വളരെ സ്ട്രെങ്ത്തോടെയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തത്. ആൻഡ് അതിനുശേഷം 260 റേഞ്ചിൽ മാർക്കറ്റ് റേഞ്ച് ബൗണ്ടായിട്ട് നിൽക്കുകയാണ്. സോ നൈക്കയിൽ അപ്പം നൈക്ക വരുന്ന ദിവസങ്ങളിലെ പ്രൈസ് ആക്ഷൻ നിങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു സോൺ 300 റേഞ്ചിലോട്ടുള്ള റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് പുഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ലീനിയർ എന്നൊന്നും പറയാൻ പറ്റില്ല. നല്ലൊരു റൗണ്ട് ബോട്ടം എന്ന് പറയാം, ഒരു ബോട്ടംഡ് സ്റ്റോക്കാണ് നൈക്ക. സോ ഒരു സ്ട്രക്ചറിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വാച്ച് ലിസ്റ്റിലിട്ട് വാച്ച് ചെയ്യുകയാണ്. അപ്പോൾ 300 റേഞ്ചിലോട്ട് പോകില്ല എന്നുള്ളത് വരുന്ന വീക്സിൽ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ. അപ്പം ഒരാൾ സ്വിഗ്ഗിയുടെ കാര്യം നമുക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രൈസ് ആക്ഷൻ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ സ്വിഗ്ഗി നമുക്ക് നോക്കാം. സ്വിഗ്ഗി നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ടാർഗറ്റ് എടുത്ത ഒരു സ്റ്റോക്കാണ് സ്വിഗ്ഗി എന്ന് പറയുന്നത്. അപ്പോൾ സ്വിഗ്ഗിയുടെ മൈനർ ലെവലിലുള്ള പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ സ്വിഗ്ഗി വീണ്ടും ഒരു ഡിമാൻഡ് ഏരിയയിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സ്വിഗ്ഗിയുടെ ഒരു ചെറിയ സപ്പോർട്ട് സോണിലാണ് സ്വിഗ്ഗി ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ടാർഗറ്റായ 460 അടിച്ച ശേഷം സ്റ്റോക്ക് താഴോട്ട് വന്നിട്ടുണ്ട്. സോ അടുത്ത് ഞാൻ വാച്ച് ചെയ്യുന്നത് ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ ആയിരിക്കും. സ്വിഗ്ഗിയുടെ ഒരു ടോട്ടൽ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 400 റേഞ്ചാണ്, ഒരു മൈനർ സപ്പോർട്ടാണ്. ഈ 400 ഹോൾഡ് ചെയ്യുമോ എന്ന് വാച്ച് ചെയ്ത ശേഷം മാത്രം നമുക്ക് തീരുമാനം എടുക്കാം ഇനിയുള്ളൊരു എൻട്രിയുടെ കാര്യത്തിൽ. ഓക്കെ. 400 ആണ് ഒരു സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത റേഞ്ച് വരുന്നത് ഈ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും. 400 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 370 റേഞ്ചിലോട്ട് ഒരു പുഷ് ഉണ്ടാവും. സോ 400 ബ്രേക്ക് ചെയ്യില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ്
എന്തായാലും ഈ ഒരു 460 റേഞ്ചിൽ വീണ്ടും വരുമ്പോൾ സെല്ലേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. കഴിഞ്ഞ 3 തവണയും മാർക്കറ്റിൽ ഇവിടെ ഈ ഒരു ഏരിയ നോക്കുമ്പോഴത്തേക്കും സെല്ലേഴ്സിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഈ ഒരു ഏരിയ 460 ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്താലും 460 ഫസ്റ്റ് ടാർഗറ്റും ആൻഡ് അതിനുശേഷം ഒരു 500 റേഞ്ച് സെക്കൻഡ് ടാർഗറ്റുമായിട്ട് ഞാൻ നോക്കുന്നതായിരിക്കും. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യും കുറച്ച് അടുത്തൊരു എൻട്രി എടുക്കുന്നതിന് മുന്നേ 423 ഈ ഒരു അടുത്ത ക്യാൻഡിൽ എന്തായിരിക്കും തീരുമാനിച്ച ശേഷം മാത്രമേ മുൻപോട്ട് പോകത്തുള്ളൂ. ഓക്കെ, ശേഷം റാഡിക്കോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, റാഡിക്കോ നല്ല രീതിയിൽ ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റാഡിക്കോ ഞാൻ ഈ ഒരു ക്യാൻഡിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 3100 റേഞ്ചിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 3396 ആണ്. അപ്പോൾ ആ റേഞ്ചിലോട്ട് പോകാനുള്ള സാധ്യത ആണ് കാണുന്നത്. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്സ് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ആ സ്റ്റോക്സ് എല്ലാം ചെക്ക് ചെയ്ത് നമുക്ക് അനലൈസ് ചെയ്ത് ഇടുന്നതായിരിക്കാം. ഓക്കെ, അപ്പം സൺഫാർമ ഞാനിപ്പോൾ എൻ്റെ വാച്ച് ലിസ്റ്റ് ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട്. ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം സൺഫാർമ ഒരു ബേസ് എടുത്ത് കയറുന്നുണ്ട്. മോസ്റ്റ്ലി എത്ര പെർസെൻറ്റ് ഡൗൺ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി 21% ഡൗൺ സൈഡ് ഉണ്ടായിരുന്നു. ആൻഡ് ട്രംപിൻ്റെ താരിഫ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം പ്രശ്നങ്ങളും കുറച്ചധികം സെല്ലേഴ്സും ഈ സ്റ്റോക്കിൽ അവൈലബിൾ ആയിരുന്നു. ആൻഡ് ഇപ്പോൾ മൈന്യൂട്ട് ലെവലിൽ നോക്കുകയാണെങ്കിൽ സൺഫാർമയിൽ ഒരു സ്ട്രെങ്ത് നമ്മൾ കാണുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ടുള്ള വോളിയൂംസ് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, കുറച്ച് വോളിയൂംസ് കൂടുതലായിട്ട് ഈ സ്റ്റോക്കിലുണ്ട്. ആൻഡ് 1006 ഈ ഒരു റേഞ്ച്, ഈ ഒരു മൈനർ റേഞ്ചാണ് ഞാൻ നോക്കുന്നത്. ഈ 1751 എന്നുള്ള റേഞ്ചിലേക്ക് ഒരു മൂവ്മെൻറ്റിന് സൺഫാർമ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ബേസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ചെറിയ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് സൺഫാർമ ആ ബേസ് ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് പോയിട്ടുണ്ട്. അപ്പം മേ ബി ഒരു എന്താ പറയുക, ഒരു റീടെസ്റ്റ് എന്തായാലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ റീടെസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു സോണിലേക്ക് വീണ്ടും റീടെസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എൻട്രി നോക്കുന്നതായിരിക്കും. സോ ഈ ഇത്രയും സ്റ്റോക്സൊക്കെ നിലവിലുള്ളൂ. ബാക്കി നമുക്ക് മുഹൂർത്ത ട്രേഡിംഗ് എല്ലാം കഴിഞ്ഞ് മറ്റന്നാൾ കഴിഞ്ഞ് അടുത്ത പ്രീ മാർക്കറ്റ് സെഷനിൽ പുതിയ സ്റ്റോക്സ് എല്ലാം ഫിൽറ്റർ ചെയ്തിട്ട് നിങ്ങളുമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഞാൻ എന്തെങ്കിലും കണ്ടൻറ്റുമായിട്ട് നാളെ മറ്റന്നാളായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.